മുറിയിലേക്ക് കയറി വരുമ്പോൾ ബെഡിൽ ചരിഞ്ഞു കിടന്ന് കരയുന്ന റൂബിയെ കണ്ട് ജെസ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ, മോളായിരുന്നോ? കതക് തുറക്കുന്ന ഒച്ച കേട്ട് ജനലരികിട്ട കസേരയിൽ ഇരിക്കുമായിരുന്ന പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ഡാഡിക്കൊന്നും കഴിക്കേണ്ടേ? മെഡിസിൻ ഉള്ളതല്ലേ? ഓ, ഇനി എന്നാ മെഡിസിനാ മോളെ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ ജീവനില്ലാത്ത ശരീരം കാണേണ്ടി വരുന്നോളം വലിയ ദുരന്തമൊന്നുമില്ല. അതും കർത്താവ് ഞങ്ങൾക്ക് എഴുതി വെച്ചിരുന്നു. അതിൽ കൂടുതൽ എന്നാ വരാനാ? ഇനിയിപ്പോ മരുന്നൊന്നും വേണ്ട. ഡാഡിയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്നതാ ചെയ്യേണ്ടത്? നിങ്ങൾ രണ്ടും ഇങ്ങനെ ആഹാരവും മരുന്നും കഴിക്കാതെ വല്ലതും വരുത്തി വെച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി ഞങ്ങൾ എന്നാ തെറ്റ് ചെയ്തു? വേദനിപ്പിക്കാൻ പറയുമല്ല, എന്നാലും അവന് വന്നതൊക്കെ അവനായിട്ട് തന്നെ വരുത്തി വെച്ചതാ. വേദനയോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും പറഞ്ഞ് അവസാനിക്കുമ്പോൾ ജെസ്സിയുടെ സ്വരത്തിൽ നീരസം നിറഞ്ഞിരുന്നു. ആരെയും നോവിക്കാനല്ല മോളെ, ഒന്നും അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ജന്മം കൊടുത്തു പോയില്ലേ മോളെ? ചത്തു മരച്ച് കിടക്കുന്നു നോക്കുമ്പോൾ ചങ്കു പൊട്ടുക. വെങ്ങി പൊട്ടിക്കൊണ്ട് പോൾ പറഞ്ഞത് കേട്ട് റൂബിയും തേങ്ങി തുടങ്ങിയിരുന്നു. റീജോയുടെ മനസ്സിൽ ഒട്ടും തന്നെ വിഷമം തോന്നിയിരുന്നില്ലെങ്കിൽ പോലും അതിന്റെ ഫലമായി തകർന്നടിഞ്ഞു പോയ രണ്ട് ആത്മാക്കളോട് അവൾക്കും സഹതാപം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സംസാരത്തിന് നിൽക്കാതെ ജെസ്സി വേഗം റൂബിക്കരികിലേക്ക് ഇരുന്ന് അവരെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ കരയല്ലേ മമ്മി, സംഭവിച്ചു പോയി എന്ന് കരുതി നമുക്കും കൂടി അങ്ങ് മരിക്കാൻ പറ്റുമോ? മരിച്ചാലും വേണ്ടില്ല കുഞ്ഞെ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുമുണ്ട്. അവൻ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു തുടങ്ങിയപ്പോഴേ തടയണമായിരുന്നു. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. മക്കളെ തല്ലി വളർത്തണമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നു. സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ മതിയെന്ന് കരുതി. മറ്റു 3 പേരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് പിഴച്ചതുമില്ല. പക്ഷെ അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പിഴച്ചു. അതുകൊണ്ടെന്ന അവസാനം പോയില്ലേ? ചങ്കു പൊട്ടി കരയുന്ന ആ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കണ്ണുനീരടക്കിയിരിക്കുമ്പോഴും ഈ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റിച്ച് റീജോയോട് ജെസ്സിക്ക് വെറുപ്പ് തന്നെയായിരുന്നു തോന്നിയത്. അതിന്റെ പ്രതിഫലനം എന്നോണം അവളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആകുന്ന ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു മുറിക്ക് പുറത്ത് സംസാരിച്ചു കൊണ്ടിരുന്നവരെല്ലാം അവിടേക്ക് നോക്കിയത്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ സുകന്യയെ കണ്ടതും അവരെല്ലാം ഒരേപോലെ എഴുന്നേറ്റ് നിന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. അടുത്തേക്ക് വന്നതും അവരെയെല്ലാം കണ്ട് ഡോക്ടർ സൗഹാർദ്ദപൂർവ്വം ചോദിച്ചെങ്കിലും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സംഘർഷം കാരണം അവിടെ ഉണ്ടായിരുന്ന ആർക്കും അവരെ നോക്കിയെന്ന് പുഞ്ചിരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. റയാൻ എവിടെ? അകത്തുണ്ട് ഡോക്ടർ, സ്റ്റെഫിൻ പറഞ്ഞു. ആ, എന്നാ പിന്നെ വായോ, എല്ലാവരും റിസൾട്ട് അറിയാൻ വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. റൂമിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറിയ ഡോക്ടർക്ക് പിന്നാലെ മറ്റുള്ളവരും അകത്തേക്ക് ചെന്നു. അവർ ചെല്ലുമ്പോൾ ബെഡിൽ മലർന്നു കിടക്കുന്ന റയാന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടക്കുമായിരുന്നു ആമി. ആഹാ, ഇതിലിപ്പോ ആരാ പേഷ്യന്റ്? ആരാ ബൈസ്റ്റാൻഡർ എന്നെങ്ങനെ അറിയും? അവരുടെ കിടപ്പ് കണ്ട് ഡോക്ടറോട് പുഞ്ചിരിയോടെ ചോദിച്ചു. അത് കേട്ടതും റയാനും ആമിയും ഒരുപോലെ പിടഞ്ഞെഴുന്നേറ്റു. ആ ആ പതിയെ. ഉള്ളിലുള്ള ആൾക്ക് തിടുക്കപ്പെട്ടുള്ള ഈ ഇരിപ്പും എണീപ്പുമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എണീറ്റിരുന്ന ആമിയുടെ വയറിലൊന്ന് തലോടിക്കൊണ്ട് സുകന്യ പറഞ്ഞതും ആമി കണ്ണു മിരിച്ചവരെ നോക്കി. ആ ഉണ്ടക്കണ്ണുകളിലെ തൂവാൻ വെമ്പി നിൽക്കുന്ന നീർത്തുള്ളികൾ കണ്ടതും ഡോക്ടർ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും വീണ്ടും ഇരുന്ന് കണ്ണു നിറയ്ക്കുവാണോ ആത്മിക? എടോ പൊട്ടിക്കുട്ടി, റിസൾട്ട് വന്നു. തൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ആള് നല്ല മിടുക്കനായിട്ട് തന്നെയുണ്ട്. ഡോക്ടറുടെ നാവിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും അതുവരെ ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരുന്ന ഹൃദയത്തിലേക്ക് ഒരു മഞ്ഞുമഴ പെയ്തിറങ്ങിയതുപോലെയായിരുന്നു എല്ലാവർക്കും തോന്നിയത്. ജീവൻ തിരികെ കിട്ടിയതുപോലെ അവരെല്ലാം പുഞ്ചിരിച്ചു. ഇച്ചായ, ആമിയാണേൽ കണ്ണുനീരിടയിലും നിറഞ്ഞ പുഞ്ചിരിയോട് റയാനെ കെട്ടിപ്പിടിച്ചു. അവനും നിറമിഴികളോടെ തന്നെ ഒരു കൈ കൊണ്ടവളെ ചേർത്ത് പിടിച്ച് മറു കൈ കൊണ്ടവളുടെ വയറിൽ തലോടി. ആമിയെ ഡിസ്ചാർജ് ചെയ്ത് നേരെ അവളുടെ വീട്ടിലേക്കായിരുന്നു കൊണ്ടുപോയത്. കളരിക്കലേക്ക് കൊണ്ടുപോകാനായിരുന്നു റയാൻ കരുതിയിരുന്നെങ്കിലും അത് വേണ്ടെന്ന് നന്ദനും പൂർണിമയും തറപ്പിച്ചു പറഞ്ഞത് കൂടാതെ ആമിയും മതിലകത്തേക്ക് പോയാൽ മതിയെന്ന് പറയുക കൂടി ചെയ്തത് കൊണ്ട് മാത്രം റയാനും ആ തീരുമാനത്തിന് സമ്മതം മൂളുകയായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നതിനിടയിൽ പതിയെ പതിയെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങിയിരുന്നു. എല്ലാം പഴയതുപോലെ ആയെങ്കിലും പോളിനും റൂബിക്കും ആദ്യം മതിലകത്തേക്ക് വരാനും ആമിയെയും അവളുടെ അച്ഛനമ്മമാരെയും അഭിമുഖീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവർ മൂവരും അത് മനസ്സിലാക്കി കരുതലോടെ അവരോട് ഇടപെട്ടതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായിരുന്നു. ഈ സമയം കോടതിയിൽ റീജോയുടെ മരണത്തെ സംബന്ധിച്ചുള്ള കേസ് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കേസിനെക്കുറിച്ച് പലർക്കും പലതും പറയാനുണ്ടെങ്കിലും മരണപ്പെട്ടവന്റെ വീട്ടുകാർ തന്നെ പ്രതിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നതും അവളെ ചേർത്ത് നിർത്തുന്നതും സമൂഹത്തെ ഒന്നാകെ അമ്പരപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു. കോടതി സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ
മരണമടഞ്ഞ റീജോ പോൾ കളരിക്കലിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ പ്രതിയായ ക്രിസ്റ്റീന സേവ്യറിന്റെ പേരിൽ മനഃപൂർവ്വമായുള്ള നരഹത്യയ്ക്ക് കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നു. കോടതി വിധി കേട്ടതും കാഴ്ചക്കാരുടെ ഇടയിൽ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്ന റയാനും റോബിനും നിരാശയോടെ പരസ്പരം നോക്കി. ഇച്ചായ, റയാൻ എന്തോ പറയാൻ ശ്രമിച്ചതും റോബിൻ ആശ്വസിപ്പിക്കും പോലെ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയിരിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു പാവയെപ്പോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്ന ക്രിസ്റ്റി ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നതേയില്ലെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും വ്യക്തമാകുന്ന തരത്തിലായിരുന്നു അവളുടെ നിൽപ്പ്. പ്രതിയുടെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം സംശയങ്ങളേതും കൂടാതെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും റീജോ പോൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതിനും സ്വന്തം സഹോദരനെയും അയാളുടെ ഗർഭിണിയായ ഭാര്യയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും തെളിവുകൾ ഉള്ളതിനായും ക്രിസ്റ്റീനയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് 2 ജീവനുകൾ ഇപ്പോൾ റീജോ പോളിന്റെ അരിങ്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന ആനുകൂല്യത്തിന്റെയും അതിനെല്ലാം ഉപരി ക്രിസ്റ്റീന സേവ്യറിന്റെ മനോനിലയിൽ തൃപ്തികരമല്ല എന്നുള്ളതിന്റെ ഡോക്ടർ സാക്ഷ്യപത്രത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ഈ കേസിൽ ക്രിസ്റ്റീന കുറ്റക്കാരിയല്ലെന്നും മാനസികമായി ആരോഗ്യവതിയല്ലാത്ത അവരെ തുടർ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും ഈ കോടതി വിധിയാകുന്നു. കർത്താവേ, നീ കാത്തു. വിധി മുഴുവനും കേട്ടതും അതുവരെ വീർപ്പുമുട്ടലോടെ ഇരിക്കുകയായിരുന്ന പോൾ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞിട്ട് നിറഞ്ഞ ചിരിയോടെ തന്റെ ആൺമക്കളെ നോക്കി. ക്രിസ്റ്റിയെ കോടതിയിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടുപോയത്. അതിനുശേഷമായിരുന്നു പോളും റോബിനും റയാനും തിരികെ പോന്നത്. തിരികെയുള്ള യാത്രയിൽ കാറിൽ ആകെ ഒരു നിശബ്ദത തളം കെട്ടിയിരുന്നു. പരസ്പരം എന്തെങ്കിലും സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം അവരാകെ ഒരു അസ്വസ്ഥത പിടിമുറുക്കിയിരുന്നു. കാരണം ഇപ്പോൾ ക്രിസ്റ്റി ജയിൽ മോചിതയായെന്ന ആശ്വാസം ഉള്ളത്തെ തണുപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും തങ്ങളുടേതായ നഷ്ടം അവരെ മൂവരെയും വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കാലചക്രം തിരിയുന്നതിനൊപ്പം മനസ്സുകളിലെ മുറിവുകളും ഉണങ്ങിത്തുടങ്ങിയിരുന്നു. അല്ല ചാച്ചാ, ഇനിയിപ്പോ ആമി ചേച്ചിയുടെ ഡെലിവറിക്ക് ഒത്തിരി നാളൊന്നുമില്ലല്ലോ. കൊച്ചിനെന്നതാ പേരിടുന്നേ? നിങ്ങൾ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അത്താഴമൊക്കെ കഴിഞ്ഞ് പതുപോലെ എല്ലാവരും ഒരുമിച്ച് ഹാളിൽ സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു റോണിയുടെ ചോദ്യം. അത് കേട്ടതും അത് നേരാണല്ലോ എന്ന മട്ടിൽ എല്ലാവരും റയാനെയും അവന്റെ മേത്തേക്ക് ചാരിയിരുന്ന ആമിയെയും നോക്കി. അവരിരുവരുമാണെങ്കിൽ പരസ്പരം നോക്കിയൊരു കുസൃതി ചിരിയോടെ ഇരിക്കുകയായിരുന്നു. ആ, അതെന്നാടാവേ നിങ്ങളങ്ങ് ചിരിച്ചു കളഞ്ഞത്? എന്താ രണ്ടിന്റെയും പ്ലാൻ? റയാന്റെയും ആമിയുടെയും ചിരി കണ്ട് പോൾ ചോദിച്ചു. പേരൊക്കെ സെറ്റാ, പക്ഷേ അതെന്റെ പെങ്കൊച്ചിങ്ങ് വന്നിട്ടേ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുവരെ അത് സസ്പെൻസ് അല്ലേടി ആമിക്കൊച്ചേ. ഓ, ഒരു വലിയ അപ്പനും അമ്മയും വന്നേക്കുന്നു. അത്ര ഡിമാൻഡാണേൽ ഞങ്ങൾക്കറിയണ്ടടേ. പക്ഷേ കൊച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന പേര് ഞങ്ങൾ വിളിക്കും. റയാന്റെ പറച്ചിലും അതിനെ അനുകൂലിക്കും പോലെ ഒരു ആമിയുടെ ചിരിച്ചോണ്ടുള്ള ഇരിപ്പും കണ്ട് റോണ പുച്ഛത്തോടെ പറഞ്ഞു. ആ, അക്കാര്യത്തിൽ ഞാനും എൻ്റെ റോണുവിൻ്റെ കൂടാ. പേര് പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ കൊച്ചുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ വിളിക്കും. ആരൊക്കെ എന്നാ ഒക്കെ പറഞ്ഞാലും പേര് ഡെലിവറി കഴിഞ്ഞിട്ടേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദേ ചാച്ച, കൂടുതൽ ഷോ കാണിക്കല്ലേ രണ്ടും കൂടെ. ഉണ്ടാകാൻ പോണത് നിങ്ങളുടെ മാത്രം പ്രോപ്പർട്ടിയൊന്നുമല്ല. കുഞ്ഞാവയുടെ ആൻറ്റിയും വലിയ പപ്പയുമെന്ന നിലയിൽ ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. റോണ വിടാൻ ഭാവമില്ലാത്തതുപോലെ പറഞ്ഞു. ആ, തൽക്കാലം ആൻറ്റി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയും നിന്റെ വട്ടം കേട്ടോണ്ടിരുന്നാലേ ശരിയാവൂല. നീ വായ കൊച്ചേ. ചോടത്തെണ്ടി. ആമിയെ എണീപ്പിച്ച് മുറിയിലേക്ക് നടന്നു പോകുന്ന റയാനെ നോക്കി റോണ പിറുപിറുത്തു. പോയി കിടന്നുറങ്ങു പെണ്ണേ. കൊച്ചുണ്ടായിട്ടല്ലേ പേരൊക്കെ. അതൊക്കെ അതിൻ്റെ സമയത്തങ്ങ് നടന്നോളൂ. നീ തൽക്കാലം പോയി കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ കോളേജിൽ പോകേണ്ടതാ. റൂബി തീർപ്പ് കൽപ്പിച്ചതും പതിയെ എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ മുറികളിലേക്ക് കയറിപ്പോയി. ഇച്ചായൻ എന്താ പേര് പറയാഞ്ഞത്? എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരുന്നു. ബെഡിന്റെ തലക്കൽ ചാരിയിരിക്കുകയായിരുന്ന റയാന്റെ മടിയിലേക്ക് കാല് പൊക്കി വച്ചിരുന്നു കൊണ്ടായിരുന്നു ആമിയുടെ ചോദ്യം. അതപ്പോൾ അറിഞ്ഞാൽ പോരെ? ഇപ്പോഴേ പറഞ്ഞ് ചുമ്മാ ത്രില്ല് കളയണ്ടെന്ന് തോന്നി. ആമിയുടെ കാൽപാദങ്ങൾ പതിയെ അമർത്തിക്കൊണ്ട് അവൻ ചിരിച്ചു. ഇച്ചായ. കുറച്ചു സമയം നീണ്ടു നിന്നൊരു നിശബ്ദതയ്ക്ക് ശേഷം ആമി ആലോചനയോടെ വിളിച്ചതും റയാൻ മുഖമുയർത്തി അവളെ നോക്കി. അത് പിന്നെ, എന്താടി ഇരുന്ന് തപ്പി പറക്കുന്നേ? എന്താ മോന്തയ്ക്കൊരു കനം? റയാൻ കാൽവിരലുകളിലെ ഞൊട്ട പൊട്ടിക്കുന്നതിന്റെ സുഖത്തിൽ ആമി ചുവരിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു. പറയടി പെണ്ണെ. എന്തോ കൊനഷ്ട ചോദ്യമാണല്ലോ ചോദിക്കാനുള്ളത്. റയാൻ വീണ്ടും ചോദിച്ചതും ആമി കണ്ണുകൾ തുറന്ന് അവനെ നോക്കി പതിയെ അവളിലൊരു പുഞ്ചിരി വിടർന്നു. അല്ല, നമ്മൾ രണ്ടും 2 മതത്തിലുള്ളവരല്ലേ? ആരും ഇതുവരെ പരസ്പരം മാറിയിട്ടുമില്ല. അതുകൊണ്ട് അവളുടെ ചിന്തകൾ ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന് കൃത്യമായി പിടികിട്ടിയെങ്കിലും റയാൻ ചോദിച്ചു. അത് പിന്നെ ചായ, കുഞ്ഞു വരുമ്പോൾ എങ്ങനെയാ?
മാമോദിസ മുക്കി ഇച്ചായൻ്റെ മതത്തിലോട്ടാക്കാനാണോ? മടിച്ചുള്ള ആമിയുടെ ചോദ്യം കേട്ട് റയാൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. അല്ല, അതിപ്പോ അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പൻ്റെ മതത്തിലല്ലയോ പിള്ളേരെ ചേർക്കേണ്ടതും. അങ്ങനെയാണെങ്കിൽ കൊച്ചിന് എതിർപ്പ് വല്ലതുമുണ്ടോ? ആമയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഏത് മതത്തിലാണേലും എൻ്റെ ജീവനല്ലേ അത്. ആണല്ലോ, അപ്പോൾ തൽക്കാലം അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ നമുക്കിടയിൽ ഈ ജാതി മതവും ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും അതൊരു മനുഷ്യ കുഞ്ഞായിട്ട് വളർന്നാൽ മതി. അല്ലാതെ തൽക്കാലം നമ്മുടെ കുഞ്ഞിൻ്റെ തലയിലോട്ട് ജാതിയുടെയും മതത്തിൻ്റെയും വിഷമൊന്നും കുത്തിത്തിരികേണ്ട കേട്ടോ. ആമയ്ക്കരികിലേക്ക് ചേർന്നിരുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റയാൻ പറഞ്ഞു. അതുവരെ മനസ്സിനെ മതിച്ചിരുന്ന ഏതൊക്കെയോ ആശങ്കകൾ അകന്നു പോയതുപോലെ നേർത്തൊരു പുഞ്ചിരിയോടെ ആമയും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകളടച്ചു.